നമസ്കാരം. ജനൻ ടിവിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ അശ്വമേധത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, അവിടുത്തെ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നു. അടുത്ത 5 വർഷം ആരാണ് ഞങ്ങളെ ഭരിക്കേണ്ടത്? 10 വർഷം ഭരിച്ച നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഒരു വഴിക്ക്, പ്രതിപക്ഷത്താകട്ടെ കോൺഗ്രസും ഇടതുപക്ഷവും പ്രാദേശിക കക്ഷികളുമെല്ലാം ചേർന്നുള്ള ഇന്ത്യ സഖ്യം മറുവശത്ത്. ജനങ്ങൾ ജനവിധി നൽകാൻ പോകുന്നു. ആരാണ് ഞങ്ങളെ ഭരിക്കേണ്ടത്? തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക ബുള്ളറ്റിൻ അശ്വമേധത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വന്നതായിരുന്നു രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കുന്നംകുളം മുതൽ ഇങ്ങ് തലസ്ഥാനം വരെ അദ്ദേഹം നടത്തിയ യാത്ര, അദ്ദേഹം നടത്തിയ റോഡ് ഷോ, അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹം ജനങ്ങളിലുണ്ടാക്കിയ ആവേശം, അതുതന്നെയായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്ത. കുന്നംകുളത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടി. അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം ഏവരിലും ആവേശം ഉണർത്തി. അദ്ദേഹം അവിടെ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷം താൻ നടത്തിയത് വികസനത്തിൻ്റെ ട്രെയിലർ മാത്രമാണ്, ഇനിയും വരാൻ പോകുന്നതാണ് യഥാർത്ഥ സിനിമ. കുന്നംകുളത്ത് പ്രധാനമന്ത്രി നൽകിയ ആവേശം വളരെ വലുതാണ്. ആ വാർത്തയിലേക്ക്. കാത്തിരുന്ന ആയിരങ്ങൾക്ക് മുന്നിൽ ആവേശം വാനോളം ഉയർത്തിയായിരുന്നു പൊതുസമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. പതാക വീശിയും മുദ്രാവാക്യം വിളിച്ചും ഹൃദ്യവും പ്രൗഢവുമായ സ്വീകരണമാണ് കുന്നംകുളത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടം നരേന്ദ്രമോദിക്ക് നൽകിയത്. പതിവ് പോലെ മലയാളത്തിൽ പ്രസംഗിച്ചുകൊണ്ട് തുടക്കം. വടക്കം ഥാട്ടൻത്തെ മണ്ണിൽ ഓരിക്കൽ കുടി വരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി വീണ്ടും ഓർമ്മപ്പെടുത്തിയുള്ള പ്രസംഗം. ये नववर्ष नई राजनीति के आरंभ का वर्ष होगा. अब केरला पार्लियामेंट में अपनी मजबूत आवाज भेजेगा. इसलिए आज केरला भी कह रहा है, फिर एक बार, फिर एक बार, फिर एक बार. മലയാള നാടിനു വേണ്ടിയുള്ള വികസന പ്രതീക്ഷകളും അദ്ദേഹം മുന്നോട്ട് വെച്ചു. विशु के पावन अवसर पर ही बीजेपी ने अपना संकल्प पत्र जारी किया है. अब बीजेपी ने घोषणा की है कि 70 ईयर से अधिक आयु के सभी सीनियर सिटीजन्स को आयुष्मान योजना के तहत फ्री मेडिकल ट्रीटमेंट मिलेगी. पीएम आवास योजना में गरीबों के लिए 3 करोड़ नए घर बनेंगे, नए आवास बनेंगे. यहाँ केरला में भी हजारों गरीबों को नए घर मिलेंगे. 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ട്രെയിലർ എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിനും ഭാരതത്തിനും ഏറെ മുന്നോട്ടു പോകാനുണ്ട്. കേരളത്തിലെ സർക്കാർ ജൽജീവൻ മിഷന്റെ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല. അവർ അഴിമതിയുടെ പുറകെയാണ്. NDAയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ വീടുകളിലും പൈപ്പ് വഴി കുടിവെള്ളം എത്തുമെന്നും മോദിയുടെ ഗ്യാരണ്ടി. NDA सरकार में जल जीवन मिशन के तहत केरला में 36 लाख से ज्यादा नल से जल कनेक्शन मिले हैं. केरल में पानी का संकट ये यहाँ की सरकार की विफलता का जीता जागता सबूत है. കേരളത്തിലും മത്സ്യബന്ധന ക്ലസ്റ്ററുകൾ യാഥാർത്ഥ്യമാക്കും. ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷം ആവർത്തിക്കുന്നത് വികസന വിരോധമാണ്. UPയിൽ സ്ഥാനം നഷ്ടപ്പെട്ടയാൾ കേരളത്തിൽ ആശ്രയം അന്വേഷിച്ചു വന്നുവെന്ന് രാഹുലിനെ പരാമർശിച്ചും അദ്ദേഹം പറഞ്ഞു. NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് തനിക്ക് പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രസംഗം അവസാനിപ്പിച്ചത്. मेरी अपील है, आलातूर से डॉक्टर TN सरसो, त्रिशूर से श्री सुरेश गोपी, पोन्नानी से श्रीमती निवेदिता सुब्रमण्यम, मलप्पुरम से श्री VC अब्दुल सलाम और चालाकुड़ी से NDA उम्मीदवार श्री KA उन्नीकृष्णन, इन सबको रिकॉर्ड वीटो से जिताकर मुझे दिल्ली में मदद करने के लिए भेजिए. जनम, त्रिशूर.
ആലത്തൂർ, തൃശൂർ, പൊന്നാനി, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലെ അല്ലെങ്കിൽ ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി ആദ്യം ഇന്ന് കേരളത്തിൽ സംസാരിച്ചത്. കടുത്ത ചൂടിനെയും അവഗണിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മഹാസമ്മേളനത്തിലേക്ക് വന്നത്. അവിടുത്തെ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം വിമാനമാർഗം നേരെ വന്നത് തലസ്ഥാനത്തേക്കാണ്. തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലായിരുന്നു അടുത്ത മഹാസമ്മേളനം. കാട്ടാക്കടയിൽ നടന്നത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം ലോക്സഭാ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഹാസമ്മേളനം. അവിടെയും പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ പ്രധാനമന്ത്രി വന്നിറങ്ങുമ്പോൾ അദ്ദേഹം സ്റ്റേജിൽ വന്നിറങ്ങുന്നതിന് മുമ്പ് വരുന്ന വഴിയിൽ തങ്ങി നിന്ന 10,000-കണക്കിന് ആളുകളെ കണ്ടപ്പോൾ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും മാറ്റി നമ്മുടെ നരേന്ദ്രമോദി കാറിൽ നിന്നും ഇറങ്ങി കാറിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് മുമ്പോട്ട് നീങ്ങി. ആ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. കേരളത്തിലേക്കുള്ള 6ാം തവണത്തെ വരവിൽ തിരുവനന്തപുരത്തുകാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് അപ്രതീക്ഷിത സമ്മാനമാണ്. പ്രധാനമന്ത്രി കാട്ടാക്കടയിലെ NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലേക്ക് എത്തിയപ്പോഴും സ്ഥിരം സസ്പെൻസുകൾ പ്രധാനമന്ത്രി ഒളിപ്പിച്ചിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗമാണ് കാട്ടാക്കടയിലെത്തിയത്. അവിടെ നിന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലേക്ക് പോകും വഴി ചൂണ്ടുപലക ജംഗ്ഷനിൽ അപ്രതീക്ഷിതമായി ട്വിസ്റ്റ്. പ്രധാനമന്ത്രിയെ കാണാനെത്തിയ സാധാരണക്കാർക്കിടയിലേക്ക് സാധാരണക്കാരനായി പ്രധാനമന്ത്രിയും ഇറങ്ങിച്ചെന്നു. മണിക്കൂറുകളോളം പ്രധാനമന്ത്രിയെ കാണാൻ കാത്തുനിന്ന പ്രവർത്തകർക്ക് സ്വപ്ന സാഫല്യമായിരുന്നു ഇത്. ഒരുപാട് അധികമായി പോയി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് സാധിച്ചത്. എങ്ങനെ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി ഇപ്പോൾ തലസ്ഥാനത്തേക്ക് എത്തിക്കുന്ന കാട്ടാക്കട മണ്ണിലേക്ക് ഒരു പ്രധാനമന്ത്രി എത്തിക്കും എങ്ങനെ കാണും? ഇത്ര അടുത്ത് കണ്ടതിൽ തന്നെ വളരെയധികം സന്തോഷമായി. കാര്യം എന്താ പറയുക നമ്മൾ എല്ലാവർക്കും തന്നെ ഒരു സന്തോഷമുള്ള കാര്യമുണ്ടായി. വണ്ടിക്കകത്തിരുന്ന് മാത്രമല്ല നമ്മൾ കണ്ടത്, ഇവിടെ മറ്റുള്ളവരൊക്കെ പോകുമ്പോൾ കാണാനല്ലോ, വണ്ടിക്കകത്ത് കാണാൻ പോലും പറ്റത്തില്ല. ഇത്ര അടുത്ത് കണ്ടതിൽ തന്നെ ഏറ്റവും അധികം സന്തോഷം. വാഹനത്തിൽ നിന്ന് സീറ്റ് ബെൽറ്റ് ഊരി ഇപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു ഇറങ്ങുന്നു. നമ്മുടെ തൊട്ട് മുമ്പിൽ ഇറങ്ങിയപ്പോൾ വളരെ ഒരു എന്താ പറയുക അത്രയും സന്തോഷമായി. പ്രധാന സേവകൻ കാട്ടാക്കടയിലേക്ക് എത്തിയെങ്കിലും ഇത്തരത്തിലൊരു സസ്പെൻസ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രധാനമന്ത്രിയെ കാണാനായ സന്തോഷത്തിലാണ് ഇവരെല്ലാം. എല്ലാവരെയും പരിഗണിക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി എന്നും ചിലർ പറഞ്ഞു. സന്തോഷമായിരുന്നു. അടിപൊളി, കാണാൻ ആഗ്രഹിച്ചിരുന്നതാണ്. നമ്മളെ ഒരു വലിയ മോഹം സാധിച്ചു. നമുക്കിനി ചത്താലും മതി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി NDA പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല തലസ്ഥാന ജില്ലയെയും കാട്ടാക്കടയിലെ ഓരോ സാധാരണ ജനങ്ങൾക്കിടയിലേക്കും എത്തി ആവേശം നൽകി. കുഞ്ഞു കൂട്ടുകാരുൾപ്പെടെ പ്രധാനമന്ത്രിയെ കാണാനെത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം. കാട്ടാക്കട എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഒരു കൊച്ചു ഗ്രാമമാണ്. അവിടെ വലിയ സ്ഥാപനങ്ങളില്ല, വലിയ ടൗൺഷിപ്പ് അല്ല. അങ്ങനെയുള്ള ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് നമ്മുടെ ലോക രാജ്യങ്ങൾ പോലും ആരാധിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി വന്നിറങ്ങിയത്. അവിടുത്തെ കൊച്ചു കുട്ടികൾ മുതൽ അവിടുത്തെ സ്ത്രീജനങ്ങൾ മുതൽ സാധാരണക്കാർ മുതൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും അവർക്ക് ഇത് സ്വപ്നമാണോ സംഭവിച്ചത് എന്ന് പോലും തോന്നിപ്പോയി. കാരണം അവരുടെ തൊട്ടരികെ കൈ തൊട്ടാൽ മുട്ടുന്ന ദൂരത്തിൽ പ്രധാനമന്ത്രി പോകുന്നു, അവരെ കൈവീശി കാണിക്കുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് പറഞ്ഞാൽ തീരില്ല അവരുടെ ആവേശം, അവരുടെ സന്തോഷം, അവരുടെ ആത്മഹർഷം. അതിലേക്ക് പോകാം. മണിക്കൂറുകളോളം കാത്തുനിന്നെങ്കിലും രാജ്യത്തിന്റെ പ്രധാന സേവകനെ അടുത്തു കണ്ടതിന്റെ ആവേശത്തിലാണ് അനന്തപുരിയിലെ ജനങ്ങൾ. രാജ്യസേവകനെ അടുത്തു കണ്ടതിന്റെ ആവേശത്തിലായിരുന്നു കാട്ടാക്കടക്കാരും. ഇരുൾമായും സൂര്യനുദിക്കും താമര വിരിയുമെന്ന ആത്മവിശ്വാസത്തോടെ അതിലേറെ ആവേശത്തോടെ വീണ്ടും കർമ്മഭൂമിയിലേക്ക് പ്രവർത്തകർ മടങ്ങി. ജനം, തിരുവനന്തപുരം. പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന അഴിമതിയെ പറ്റിയാണ്. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ അവർ കാണിച്ചു കൂട്ടുന്ന അഴിമതിയെ പറ്റിയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്. പ്രത്യേകിച്ചും സഹകരണ ബാങ്കുകളിൽ എല്ലാം ഇടതുപക്ഷം പ്രത്യേകിച്ചും CPM നടത്തുന്ന അഴിമതി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ, ഇവിടെ തലസ്ഥാനത്തെ കണ്ടല സഹകരണ ബാങ്കിൽ അടക്കം എത്രയോ ബാങ്കുകളിലാണ് CPM അഴിമതി നടത്തുന്നത്.
എത്രയോ പാവപ്പെട്ടവന്റെ പണമാണ്, നിക്ഷേപിച്ച പണമാണ് അവർ അടിച്ചു മാറ്റിയത്. എത്രയോ പേർ ആത്മഹത്യ ചെയ്തു, എത്രയോ പാവങ്ങളുടെ വിവാഹം മുടങ്ങി, എത്രയോ പേരുടെ ചികിത്സ മുടങ്ങി. ഇതിനൊന്നും പൈസ തിരിച്ചു കൊടുക്കാതെ ഇടതുപക്ഷ സർക്കാർ ഇവരെയെല്ലാം ശരിയാക്കുകയാണ്. പ്രധാനമന്ത്രി പറയുന്നു കൃത്യമായി അന്വേഷണം നടത്തി ആരാണോ കുറ്റം ചെയ്തത് അവരെ പിടികൂടുക തന്നെ ചെയ്യും. കേന്ദ്രത്തിൽ അഴിമതിരഹിതമായ, അഴിമതിക്കാരെ തുറുങ്കലിലടയ്ക്കുന്ന ഒരു സർക്കാരാണുള്ളത് എന്ന് നിറഞ്ഞ കയ്യടിയോടെ നരേന്ദ്രമോദി ഈ കാട്ടാക്കടയിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയവും ഇത്തരം ഇടതുപക്ഷത്തിന്റെ അഴിമതി തന്നെയാണ്. എന്തായാലും കാട്ടാക്കടയിൽ നടന്ന പ്രസംഗത്തെ പറ്റി നമ്മൾക്കൊപ്പം ചന്തു ചേരുകയാണ്. ചന്തു, പ്രധാനമന്ത്രി കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന, ഇടതും വലതും നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയെ പറ്റിയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇവിടെ പരസ്പരം മത്സരിക്കുന്നവർ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ ഒരേ കാറിൽ ഒരേ കൊടി വെച്ച് കൈപ്പത്തി വെച്ച പതാകയും അരിവാൾ ചുറ്റിക ഉള്ള പതാകയും മുസ്ലിം ലീഗിന്റെ ചന്ദ്രക്കലയുള്ള പതാകയും വെച്ച കാർ, ഒരേ വാഹനം, ഒരേ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു. ഈ കള്ള നാണയങ്ങളെ തിരിച്ചറിയണം എന്ന് തന്നെയല്ലേ ചന്തു പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞത്? വിനോദ്, പ്രധാനമായും ഇന്ന് പ്രധാനമന്ത്രി സംസാരിച്ചത്, ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ ഉണർത്തുന്നതായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം NDAയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയതിനു ശേഷം ആദ്യമായി അദ്ദേഹം എത്തിയത് കേരളത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഭരണ തുടർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്ന വികസന തുടർച്ച അത് സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഇത്തരം പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് പ്രധാനമായും കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയ ഒരു കാര്യം നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മാത്രമല്ല, സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ, സഹകരണ മേഖല നേരിടുന്ന ഈ ഒരു പ്രതിസന്ധി, ആ ഒരു പ്രതിസന്ധിയിൽ ജനങ്ങൾ നട്ടംതിരിയുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് എന്ത് ഇടപെടൽ നടത്താൻ കഴിയും എന്ന കാര്യത്തിൽ നിർണായകമായ സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വൈകാരികമായി തന്നെയാണ് ഇന്നത്തെ പ്രസംഗത്തിൽ പ്രതികരിച്ചത്. കാരണം വലിയ തുക നിക്ഷേപമായി ഈ സാധാരണ ജനങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അത് അവരുടെ ഒരു ആയുസിന്റെ കൂട്ടിവെക്കലാണ്. ആ കൂട്ടിവെക്കൽ പല പ്രതീക്ഷകളുമായി, മകളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മകന്റെ വിദ്യാഭ്യാസം, മകളുടെ വിവാഹം, അങ്ങനെ തുടങ്ങി പല ആവശ്യങ്ങളുമായി ബാങ്കിൽ നിക്ഷേപിക്കുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഈ തുക നഷ്ടപ്പെടുന്നു, അവർക്ക് അത് കിട്ടില്ല എന്ന ഒരു ബോധ്യം വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവർ എന്ത് നടപടി സ്വീകരിക്കണം? സംസ്ഥാന സർക്കാരിനോട് അപേക്ഷിച്ചു, പക്ഷേ നടപടിയൊന്നും ആകുന്നില്ല. ഭരിക്കുന്നത്, ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPM ആണ്. അപ്പോൾ ഇവിടെ സാധാരണ ജനങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ, അത് കരുവന്നൂറുമായി ബന്ധപ്പെട്ട തട്ടിപ്പിലായിരുന്നാലും ഇവിടെ കാട്ടാക്കടയിൽ കണ്ടലയുമായി ബന്ധപ്പെട്ട ബാങ്ക് തട്ടിപ്പിലായിരുന്നാലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത് ഈ സഹകരണ തട്ടിപ്പുകളെ എങ്ങനെ ചെറുക്കാമെന്നതിലെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അതിൽ പ്രധാനമായും കേന്ദ്രം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സഹകരണ നിയമം, സഹകരണ ബാങ്കുകളിൽ കൃത്യമായ ഇടപെടൽ കേന്ദ്രത്തിന് തന്നെ നടത്താൻ കഴിയുന്ന, സഹകരണ മേഖലയെ ഏകീകരിക്കുന്ന, ശാക്തീകരിക്കുന്ന ഒരു നിയമം കേന്ദ്ര സർക്കാർ വരുന്നു. അത് സംസ്ഥാനത്ത് പ്രാബല്യത്തിലായാൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ CPM കൈയാളി വെച്ചിരിക്കുന്ന ഈ ബാങ്കുകളുടെ ഈ കുത്തക സമീപനം അത് അവസാനിപ്പിക്കാൻ കഴിയും. അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്ക് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ നിക്ഷേപം തിരിച്ച് ലഭിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. പ്രധാനമായും പ്രധാനമന്ത്രി കരുവന്നൂരിന്റെ പേര് എടുത്തു പറഞ്ഞു തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കരുവന്നൂരിൽ തട്ടിപ്പിനിരയായവർക്ക് പണം തിരികെ നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കും, അതിനു വേണ്ടിയിട്ടുള്ള സമീപനം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഇവിടെ വാക്കു പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം വരുന്നു. അതിൽ ഇവിടെ CPM ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നു. കാരണം നിക്ഷേപകർക്ക് അവർ നൽകുന്ന പണം തിരികെ നൽകാതെ ഇത്തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം വരുന്നു. പക്ഷെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ വരുന്നില്ല. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ക്ഷേമപരമായ കാര്യങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാതെ രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്നു. ഈ കരുവന്നൂർ തട്ടിപ്പിലായിരുന്നാൽ പോലും ED അന്വേഷണത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിനുള്ള നീക്കമാണ് പ്രധാനമായും നിക്ഷേപകർ പണം നൽകുന്നതിനേക്കാൾ പ്രാമുഖ്യം ഈ സർക്കാർ കൽപ്പിക്കുന്നത് എന്ന ആക്ഷേപം വളരെ ശക്തമാണ്. അത് അടിവരയിട്ട് പറയുന്നതായിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. എന്തായാലും പ്രധാനമന്ത്രി ഈ കാട്ടാക്കട എന്ന ചെറുപട്ടണത്തിലെത്തിയപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവേശം മാത്രമല്ല, അത് വലിയ പ്രതീക്ഷയും സമ്മാനിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. വിനോദ്, തീർച്ചയായും പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ, ആ പ്രസംഗത്തിലെ പൊരുൾ, ഇതെല്ലാമാണ് ചന്തു പറഞ്ഞു വെച്ചത്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ് വയനാട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ സ്വന്തം മണ്ഡലമായ അമേത്തിയിൽ പരാജയപ്പെട്ടിട്ടും ഒരു കണക്കിന് ലോക്സഭയിൽ എത്തപ്പെട്ട മണ്ഡലമാണ് വയനാട്. വയനാട് സുരക്ഷിതമാണ്,
ഇന്ത്യയിലെ 543 മണ്ഡലങ്ങളിൽ തനിക്ക് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം വയനാട് ആണ് എന്ന് വിശ്വസിച്ചാണ് വീണ്ടും രാഹുൽ ഗാന്ധി മലയാള മണ്ണിലേക്ക് വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്നത്. പക്ഷേ അവിടെ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ, അവരെ ഈ സഖ്യം ഇല്ല എന്ന് കാണിക്കാൻ CPIയുടെ ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ കളത്തിലിറക്കി യഥാർത്ഥ മത്സരം കാഴ്ചവെക്കുകയാണ് NDA. അതുകൊണ്ട് തന്നെ വയനാട് മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. കഴിഞ്ഞ തവണ 7 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി ഇത്തവണ എങ്ങനെ വിജയിക്കും, എങ്ങനെ കരകയറും എന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചോദ്യചിഹ്നമാണ്. എന്തായാലും വയനാട്ടിൽ നടക്കുന്ന ആ ത്രികോണ പോരാട്ടം വലിയ ചൂടിനെയും കടുത്ത ചൂടിനെയും വെല്ലുന്ന ആ പോരാട്ടത്തിന്റെ കഥകളിലേക്കൊന്ന് പോയി വരാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ആകെ 7 നിയോജക മണ്ഡലങ്ങൾ. അതിൽ 3 എണ്ണം വയനാട്ടിൽ, 3 എണ്ണം മലപ്പുറത്ത്, 1 എണ്ണം കോഴിക്കോട്. ചുരത്തിനു മുകളിൽ വയനാട്ടിലുള്ളത് കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി എന്നീ മണ്ഡലങ്ങൾ. മലപ്പുറത്ത് ഏറനാട്, വണ്ടൂര്, നിലമ്പൂര്. കോഴിക്കോട് ജില്ലയിലാകട്ടെ തിരുവമ്പാടിയും. 2009 മണ്ഡലം നിലവിൽ വന്നത് മുതൽ 3 തവണയും വിജയിച്ചത് കോൺഗ്രസ്. എന്നാൽ 2024 അതത്ര എളുപ്പമാകില്ല. LDFന്റെ ആനി രാജയാണ് മറുവശത്തുള്ളത്. തൊട്ടപ്പുറത്ത് NDA സ്ഥാനാർത്ഥി കരുത്തനായ തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ നിർത്തിയിരിക്കുന്നു, കെ സുരേന്ദ്രൻ. ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി MA ഷാനവാസ് നേടിയത് 1,53,439 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം. NCP സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ മുരളീധരന് ലഭിച്ചത് 12.1% വോട്ട്. CPIക്ക് ലഭിച്ചതാവട്ടെ 31.2% വോട്ട്. BJPക്ക് ആകെ ലഭിച്ച വോട്ട് 31,687. എന്നാൽ 2014 കോൺഗ്രസിന് ലഭിച്ചത് ആകെ 20,870 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം. അതേസമയം BJP വോട്ട് ഉയർത്തി. 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷം നേടിയപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി 80,000-നടുത്ത ഭൂരിപക്ഷം പിടിച്ചു. PFയുമായുള്ള പരസ്യബാന്ധവും കൊടിക്കീശയിലിട്ടതും ഇത്തവണ കോൺഗ്രസിന് തിരിച്ചടിയാവുമെന്നാണ് വിലയിരുത്തൽ. ഇത്തവണ PFയുടെ പരസ്യ പിന്തുണ നിരസിക്കാൻ കോൺഗ്രസ് വിമുഖത കാണിച്ചത് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാകും. റോഡ് ഷോയിൽ കൊടികൾ ഉയർത്താത്തതും ദേശീയ തലത്തിൽ ചർച്ചയായി. ഇരു മുന്നണികൾക്കും ഭീഷണി ഉയർത്തിയാണ് വയനാടിന്റെ പൾസറിയുന്ന കെ സുരേന്ദ്രനെ NDA കളത്തിലിറക്കിയത്. അപ്രതീക്ഷിതമായാണ് NDA BJP സംസ്ഥാന അധ്യക്ഷനെ കളത്തിലിറക്കുന്നത്. വർഷങ്ങളോളം വയനാട് ജില്ലയിൽ പ്രവർത്തിച്ച പരിചയവുമായാണ് സുരേന്ദ്രന്റെ കടന്നുവരവ്. യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തടക്കം വയനാട് ജില്ലയിൽ പ്രവർത്തിച്ചു. മറ്റു 2 സ്ഥാനാർത്ഥികൾക്കും കാര്യമായൊന്നും പറയാനില്ല. വന്യമൃഗശല്യമാണ് വയനാട്ടുകാർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം. അതോടൊപ്പം ആരോഗ്യമേഖലയും രാത്രിയാത്രാ നിരോധനവും ചുരം ബദൽപാതയും എല്ലാം ഇവിടെ ചർച്ചാ വിഷയമാകും. വന്യമൃഗശല്യം രൂക്ഷമായ വയനാട്ടിൽ 4 മാസത്തിനിടെ പൊലിഞ്ഞത് 3 ജീവനുകളാണ്. പക്ഷേ ശാശ്വത പരിഹാരമുണ്ടായില്ല. കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ റെയിൽ ഫെൻസിംഗ് വേണമെന്ന ആവശ്യവും പരിഹരിച്ചില്ല. ബോർഡിൽ മാത്രം ഒതുങ്ങിയ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജ് ഇപ്പോഴും പൂർണ്ണ പ്രവർത്തന സജ്ജമായിട്ടില്ല. ഡോക്ടർമാരുടെ അഭാവവും സ്ഥലപരിമിതിയും ഇപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കർണാടക, തമിഴ്നാട് അതിർത്തികൾ പങ്കിടുന്ന വയനാട് ജില്ലയ്ക്ക് രാത്രിയായാൽ പിന്നെ ഈ 2 സംസ്ഥാനങ്ങളിലേക്കും പോകാൻ കഴിയില്ല. എപ്പോഴും ഗതാഗത തടസ്സമുണ്ടാക്കുന്ന ചുരം റോഡിന് ബദൽപാത എന്ന ആവശ്യവും വർഷങ്ങൾക്ക് മുൻപേ ഉയർന്നതാണ്. അതിനും പരിഹാരമായില്ല. ഒന്ന് 2 വേനൽ മഴ പെയ്തെങ്കിലും വയനാട്ടിൽ പ്രചാരണ ചൂടിന് കുറവില്ല. 2 ദേശീയ നേതാക്കൾക്കൊപ്പം കെ സുരേന്ദ്രൻ കൂടി മത്സര രംഗത്തിറങ്ങുമ്പോൾ ചൂട് കൂടും. പ്രചാരണ രംഗത്ത് ഒരുപടി മുന്നിലാണ് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. ക്യാമറാമാൻ ടോണി ആന്റണിക്കൊപ്പം അർജുൻ PS, ജനം, വയനാട്. അലകടൽ പോലെ
ഇത്തവണ ആടി ഉലയുകയാണ് ആലപ്പുഴ മണ്ഡലം. അവിടുത്തെ മത്സരം തീവാറുന്നത് തന്നെയാണ്, അക്ഷരാർത്ഥത്തിൽ തന്നെ. പ്രത്യേകിച്ച് നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ വീണ്ടും മണ്ഡലത്തിലേക്ക് വരുന്നു. മണ്ഡലം തിരികെ പിടിക്കാനുള്ള പോരാട്ടം. കഴിഞ്ഞ തവണയുള്ള തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലത്തിൽ CPM-ന്റെ ഏക കനൽത്തരി എന്ന് വിശേഷിപ്പിച്ച AM ആരിഫ് വിജയിച്ച മണ്ഡലം. അവിടെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് BJP-യുടെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ കടന്നുവരവ്. എവിടെ മത്സരിക്കുന്നോ അവിടെയെല്ലാം മൂന്നിരട്ടി വോട്ട് വർദ്ധിപ്പിക്കുന്ന ശക്തയായ വനിതാ നേതാവ്. അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ആലപ്പുഴയിലെ മത്സരം തീവാറുകയാണ്. ശോഭാ സുരേന്ദ്രനെ KC വേണുഗോപാലും AM ആരിഫും ഭയപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററിന്റെ തല വെട്ടി അവിടെ AM ആരിഫിന്റെ തല പറ്റിക്കുന്ന CPM-ന്റെ തന്ത്രങ്ങൾ പയറ്റുന്നത്. എങ്ങനെയൊക്കെ എന്തൊക്കെ തന്ത്രങ്ങൾ കാണിച്ചാലും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ഞെട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ BJP-യുടെ A ക്ലാസ് മണ്ഡലമായി ആലപ്പുഴ മാറുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്ക്. മോദിജി ആലപ്പുഴക്കാരെ കൈവിടില്ല എന്ന് അവർക്ക് ബോധ്യമുള്ള സാഹചര്യത്തിൽ മോദിജിയോട് ആത്മാർത്ഥതയുള്ള, സ്നേഹമുള്ള, ആദരവുള്ള ഒരു സ്ത്രീ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകട്ടെ എന്ന് അവർ തീരുമാനിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണ്? ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ടാണ്. മാത്രമല്ല, തിരുവനന്തപുരം മുതൽ ഞങ്ങൾ 5 സീറ്റുകൾ സ്ത്രീകളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആകമാനം കോൺഗ്രസിന് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ഒരു സ്ത്രീയില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സ്ത്രീയില്ല, CPIക്ക് ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയില്ല. ആകെ ഒരേ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയാണ് ഈ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടി ആലപ്പുഴ വരെയുള്ളത്. അപ്പോൾ കേരളത്തിൽ ആകമാനമുള്ള ഈ സദേൺ കേരളയുടെ സ്ത്രീകളുടെ ഒരു ശബ്ദമായിട്ട് മാറാൻ അവരുടെ ശോഭാ സുരേന്ദ്രന് സാധിക്കുമെന്നുള്ള ഒരു ബോധ്യം കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യപ്പെടുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സ്ത്രീകളുടെ വോട്ട് കൂടി ഇതിലേക്ക് ചേർക്കപ്പെടും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അഴിമതിയുടെ കാര്യത്തിൽ ആലപ്പുഴയിൽ നടക്കുന്നത് കൂട്ടുകച്ചവടമാണെന്നും ജനങ്ങൾക്ക് പരാതികൾ മാത്രമേയുള്ളൂ എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നടത്തിയ ഹൈവേ വികസനത്തിന്റെ ഭാഗമായാണ് ആലപ്പുഴയിൽ 2260 കോടി രൂപയുടെ വികസനം നടന്നത്. നരേന്ദ്രമോദിക്ക് അവകാശപ്പെട്ട വോട്ടാണ് ഹൈവേ വികസനം നടത്തിയെന്ന് അവകാശപ്പെട്ട് LDF-ഉം UDF-ഉം ചോദിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് ഹൈവേ വികസനം മോദിജി കൊണ്ടുവന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആലപ്പുഴയെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. കാരണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് റോഡ് കിട്ടി. 2260 കോടി രൂപയുടെ വികസന പ്രവർത്തനം റോഡിലുണ്ടായി. ആ റോഡിന്റെ പേരിലാണ് KC വേണുഗോപാലും ആരിഫും വോട്ട് ചോദിക്കുന്നത്. അത് മോദിക്ക് അവകാശപ്പെട്ടതല്ലേ? അപ്പോൾ മോദിജിക്ക് അവകാശപ്പെട്ട വോട്ട് എന്ന് പറയുന്നത് മോദിജി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്ന സമയത്ത് ആ ജുബയുടെ പോക്കറ്റിൽ കുത്തിയിട്ടുള്ള താമര ചിഹ്നത്തിനാണ്. അപ്പൊ താമര ചിഹ്നത്തിന് ആ വോട്ടെല്ലാം വരികയാണ്. ഇത് രണ്ടു കൂട്ടർക്കും ബോധ്യമായിട്ടുണ്ട്. NDAയുടെ വലിയ മുന്നേറ്റം നടക്കുന്ന കാലത്ത് ചില ചാനലുകൾ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾ ജയിക്കാതിരിക്കാനുള്ള അശ്രാന്ത പരിശ്രമം മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അവരുടെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP-യിൽ നിന്ന് കുറച്ചാളുകൾ ജയിച്ച് ഡൽഹിയിൽ എത്താതിരിക്കാനുള്ള അശ്രാന്ത പരിശ്രമം മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അവരുടെ തന്നെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തായാലും ഞങ്ങൾക്ക് കുറേ മാധ്യമങ്ങളും അതുപോലെ ഇത്രയും പത്രസുഹൃത്തുക്കളും ഒന്നും ഇല്ലാത്ത കാലത്തും നമ്മളിവിടെ ഓരോ സ്റ്റെപ്പും വെച്ച് പ്രസ്ഥാനത്തെ ഓരോ ജില്ലയിലും നമ്മൾ കരിപ്പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ 7 പേർ 2ാം സ്ഥാനത്ത് നെക്ക് ആൻഡ് നെക്ക് പോരാട്ടം നടത്തിയിട്ട് നിയമസഭയുടെ അകത്ത് പോകാതിരുന്നത് 2 പാർട്ടിക്കാരും ഒരുമിച്ച് യോജിച്ച് പരാജയപ്പെടുത്തിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള അതുപോലെ എൻ്റെ കൊളീഗ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭയ്ക്കകത്ത് ഉണ്ടാകുമായിരുന്നു. ജനം, ആലപ്പുഴ. ദേശീയ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതിൽ കേരളത്തിലെ മണ്ഡലങ്ങൾ 20 എണ്ണം. ഇതിൽ എത്ര എണ്ണം UDF നേടും, എത്ര എണ്ണം LDF കരസ്ഥമാക്കും, എത്ര മണ്ഡലങ്ങളിൽ NDA ഇത്തവണ ആദ്യമായി പിടിച്ചു കയറും, അതറിയണമെങ്കിൽ ജൂൺ 4 വരെ കാത്തിരിക്കണം. എന്തായാലും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ ഉൾപ്പെടുത്തിയ ഈ പ്രത്യേക ബുള്ളറ്റിൻ അശ്വമേധം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി.